ഹായ് നമസ്കാരം, എല്ലാവർക്കും സുഖമല്ലേ? ഇന്ന് ഞാൻ നിങ്ങൾക്ക് പരിചയപ്പെടുത്തുന്നത് ബ്രേക്ക്ഫാസ്റ്റിനും ലഞ്ചിനും ഡിന്നറിനും ഒക്കെ നമുക്ക് കഴിക്കാൻ ഉപയോഗിക്കാവുന്ന പാസ്തയാണ്. അപ്പോൾ അതെങ്ങനെ ഉണ്ടാക്കിയെടുക്കാമെന്ന് നോക്കാം. ആദ്യം നമുക്ക് ഈ പാസ്ത ഒന്ന് വേവിച്ചെടുക്കണം. അതിനായി ഒരു ബോളിൽ കുറച്ച് വെള്ളം അടുപ്പത്ത് വെച്ച് അതിലേക്ക് ഞാനിവിടെ ഒരു 1.5 കപ്പ് പാസ്തയാണ് ഇട്ട് കൊടുക്കുന്നത്. ഒരു 5-10 മിനിറ്റ് സമയമെടുക്കും ഇതൊന്ന് നന്നായി വെന്ത് വരാൻ. ഇപ്പോൾ ഇത് വെന്തിട്ടുണ്ട്. ഇനി നമുക്കിത് സ്റ്റൗവിൽ നിന്ന് ഇറക്കി വെള്ളം വാർത്ത് വയ്ക്കാം. അടുത്ത സ്റ്റെപ്പ്, ചൂടായ ഫ്രൈ പാനിലേക്ക് കുറച്ച് എണ്ണ ഒഴിച്ചതിന് ശേഷം അതിലേക്ക് ചോപ്പ് ചെയ്ത് വെച്ച വെളുത്തുള്ളി, ഇഞ്ചി, പച്ചമുളക് ഇത് മൂന്നും ചേർത്ത് നന്നായി ഒന്ന് ഇളക്കി നമുക്ക് മൂപ്പിച്ചെടുക്കണം. ഇതെല്ലാം ഒന്നിപ്പോൾ മൂത്ത് വന്നിട്ടുണ്ട്. ഇനി ഇതിലേക്ക് ഞാനിവിടെ ഒരു സവോള അരിഞ്ഞു വെച്ചത് ചേർത്ത് കൊടുക്കുകയാണ്. സവോള അത്യാവശ്യം വഴന്ന് വരണം, അതിനായി കുറച്ച് ഉപ്പും ചേർക്കുന്നുണ്ട്. ഞാനിവിടെ ഇതിലേക്ക് ചെറുതായി കട്ട് ചെയ്ത ഒരു ക്യാരറ്റ് കൂടി ചേർക്കുകയാണ്. ഇതെല്ലാം അത്യാവശ്യം റെഡിയായി വന്നിട്ടുണ്ട്. ഈ സമയത്ത് തക്കാളി ചേർക്കാം. ഒരു മീഡിയം വലിപ്പമുള്ള തക്കാളിയാണ് ഞാനിവിടെ എടുത്തിരിക്കുന്നത്. തക്കാളി കുറച്ച് ഉടഞ്ഞു തുടങ്ങിയിട്ടുണ്ട്. ഇതിലേക്കൊരു ചെറിയ ക്യാപ്സിക്കം കൂടി കട്ട് ചെയ്തിടുന്നുണ്ട് ഞാൻ. ഇതെല്ലാം കൂടി ചേരുമ്പോൾ ഒരു പ്രത്യേക ടേസ്റ്റാണ്. കുട്ടികൾക്കായാലും വലിയവർക്കായാലും ഒരുപോലെ ഇഷ്ടപ്പെടുന്ന ഒരു ഫുഡാണിത്. 1 ടീസ്പൂൺ മുളക് പൊടി, 1 ടീസ്പൂൺ ഗരം മസാല ഇത് രണ്ടും ചേർത്ത് നന്നായി ഒന്ന് ഇളക്കി മിക്സ് ചെയ്തെടുക്കാം. രുചി ഒന്നും കൂടി കൂട്ടാനായിട്ട് 1 ടേബിൾ സ്പൂൺ ടൊമാറ്റോ സോസ് കൂടി ഞാനിവിടെ ഇതിലേക്ക് ചേർക്കുന്നുണ്ട്. അതൊരു പ്രത്യേക ഫ്ലേവറായിരിക്കും അതുകൂടി ചേർത്ത് കഴിഞ്ഞാൽ. ഇപ്പം നമ്മുടെ മസാല മിക്സ് എല്ലാം നന്നായി റെഡിയായി വന്നിട്ടുണ്ട്. ഇനി ഇതിലേക്ക് നമുക്ക് നേരത്തെ വേവിച്ച് വെച്ച ആ പാസ്ത ചേർത്ത് കൊടുത്ത് നല്ലപോലെ ഇളക്കി മിക്സ് ചെയ്യാം. പാസ്ത ഇപ്പോൾ ഇവിടെ ഇങ്ങനെ ഓൾമോസ്റ്റ് റെഡി ആയിക്കൊണ്ടിരിക്കുകയാണ്. ഇനി മല്ലിയിലയുടെ ഫ്ലേവർ ഇഷ്ടമുള്ളവർക്കാണെങ്കിൽ കുറച്ച് മല്ലിയിലയും കൂടി ഇതിൽ ചേർത്ത് നന്നായി ഒന്നും കൂടി മിക്സ് ചെയ്തിട്ട് ചൂട്ടോടെ തന്നെ ഇത് കഴിക്കണം. ചൂടാറി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഇതിന് ചൂടായിട്ട് കഴിക്കുന്ന ആ ഒരു ടേസ്റ്റ് ഉണ്ടാവില്ല. അതുകൊണ്ട് ചൂടാറുന്നതിന് മുന്നേ തന്നെ കഴിച്ച് കഴിഞ്ഞാൽ നല്ല ടേസ്റ്റ് ആയിരിക്കും. ഇത് കുട്ടികൾക്കൊക്കെ നന്നായി ഇഷ്ടപ്പെടും. ബ്രേക്ക്ഫാസ്റ്റിനായിട്ടും ലഞ്ചായിട്ടും ഒക്കെ കൊടുത്തു വിടാൻ പറ്റിയൊരു ഭക്ഷണമാണ്. നിങ്ങളെല്ലാവരും ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കണം കേട്ടോ. വളരെ സിമ്പിളായിട്ട് തന്നെ ഇത് ഉണ്ടാക്കാൻ പറ്റും. വലിയ പാടൊന്നുമില്ല. ഒരു 15-20 മിനിറ്റ് മാക്സിമം. അതിൻ്റെ ഉള്ളിൽ നമുക്ക് ഇതേപോലെ നല്ല സൂപ്പറായിട്ടുള്ള ടേസ്റ്റി ആയിട്ടുള്ളൊരു പാസ്ത ഇതേപോലെ ഉണ്ടാക്കാം. ഇതൊക്കെ കണ്ടിട്ട് നിങ്ങൾക്ക് നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാതിരിക്കാൻ പറ്റുമോ?